വിശാഖം, അനിഴം, തൃക്കേട്ട, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ മാസം 6-ാം തീയതി ശനിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ്. അതായത് ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും ജീവിതത്തിൽ ഇപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽപ്പെട്ട് ഇനി എന്താണ് ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നതെന്ന് ഒരു നിഗമനത്തിലെത്തുവാൻ കഴിയാത്ത അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മറ്റു ചില വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ ജീവിതത്തിൽ അതിപ്രാധാന്യമറിയിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ നിങ്ങളുടെ ഭാവിയെ തന്നെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഇതിൽ തന്നെ പല കാര്യങ്ങളും ഈ 9 നക്ഷത്രക്കാർക്ക് മാത്രമല്ല, ഈ 9 നക്ഷത്രത്തിൽ പിറന്ന ഏതെങ്കിലും വ്യക്തികളുള്ള വീടിനും ബാധകമായിരിക്കും. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ മാസം 6-ാം തീയതി ശനിയാഴ്ച ഈ 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ സെപ്റ്റംബർ മാസം 6-ാം തീയതി ശനിയാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിലേക്കും അതിപ്രാധാന്യമറിയിക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകുന്നത് നിങ്ങൾക്ക് വളരെ നാളുകൾക്ക് ശേഷം ജീവിതത്തിൽ ശുക്രാദിത്യ രാജയോഗം സിദ്ധിക്കുന്നതിനാലാണ്. നീണ്ട 1 വർഷത്തിന് ശേഷമാണ് ഈ ശുക്രാദിത്യ രാജയോഗം ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. അതിനാൽ തന്നെ ഈ നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ അത്രയേറെ വിശേഷകരമായിരിക്കും. ഇതിൽ ഒന്നാമതായി ഈ സെപ്റ്റംബർ 6-ാം തീയതി ശനിയാഴ്ച ശുക്രാദിത്യ രാജയോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഈ ഒരു ദിവസം അതിഗംഭീരമായിട്ടുള്ള ചില മാറ്റങ്ങളായിരിക്കും സംഭവിക്കുവാൻ പോകുന്നത്. എന്നാൽ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ജീവിതത്തിലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലും പെട്ട് ജീവിതം തന്നെ ഇനി എന്തിനാണ് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. കാരണം അത്രയേറെ പരീക്ഷണങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സഹായത്തിനായോ സമാധാന വാക്ക് പറയുവാനായോ ആരുമില്ലാത്ത അവസ്ഥ. ഇതിൽ തന്നെ പല വ്യക്തികൾക്കും കിടപ്പാടം വരെ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു പരാജയം മാത്രമാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത്. എന്നാൽ പോലും ഇപ്പോഴും നിങ്ങൾ ജീവിതത്തെ ഒരു പുരോഗതിയിലേക്ക് എത്തിക്കുവാനായി വളരെയധികം പരിശ്രമിക്കുകയും ആരുടെ മുൻപിലും തല കുനിക്കാതെ ജീവിതത്തെ ഒരു കരയ്ക്കെത്തിക്കുവാൻ വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള വൃശ്ചികം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഈശ്വരൻ മറുപടി നൽകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. കാരണം ഈ ശുക്രാദിത്യ രാജയോഗം നിങ്ങളിലേക്ക് വരുന്നതോടെ ഒരു അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ മാസം 6-ാം തീയതി ശനിയാഴ്ച ചില വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് പുതിയതായി കുറച്ച് വസ്തു വാങ്ങുവാനും ഇത് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിനമായി മാറുവാനും പോവുകയാണ്. ഇനി അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെയധികം കടബാധ്യതകളിലൂടെയും ഓരോ ദിവസത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പോലും
സാമ്പത്തികമില്ലാത്ത അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഈ ശുക്രാദിത്യ രാജയോഗം കൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ഒരു ശമനം കാണുവാൻ കഴിയുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക വരവ് ലഭിക്കുന്ന മേഖല ഏതാണോ അതിലൊരു പുരോഗതി കാണുവാൻ നിങ്ങളാൽ കഴിയുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ സെപ്റ്റംബർ 6-ാം തീയതി ശനിയാഴ്ച ചില വൃശ്ചികം രാശിയിൽ പിറന്ന കുട്ടികൾക്കൊക്കെ കലാകായിക രംഗവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിൽ പങ്കെടുക്കുവാനും അതിലൂടെ ഒരു അംഗീകാരം നേടിയെടുക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ശുക്രാദിത്യ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നെല്ലിട മാറാത്ത രീതിയിൽ നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളെയും സ്വന്തമാക്കുവാൻ കഴിയുകയും പല ആഗ്രഹങ്ങളെയും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയും ചെയ്യും. ഒപ്പം തന്നെ ആരോഗ്യപരമായും നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു സമയം തന്നെയായിരിക്കും ഈ ശുക്രാദിത്യ രാജയോഗത്താൽ വന്നു ചേരുന്നത്. മാത്രമല്ല, പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നതും നിർത്തിവെക്കേണ്ടി വന്നതുമായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം വീണ്ടും ഏറ്റെടുത്ത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗവും ഈ ശുക്രാദിത്യ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കുന്നുണ്ട്. ജീവിതത്തിലെ പല വിധത്തിലുള്ള ഉയർച്ചകളും വന്നു ചേരും എന്നത് മാത്രമല്ല, ചില മംഗളവാർത്തകളും മംഗളകാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ഏറ്റവും അധികം സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാറ്റമായിരിക്കും ഇതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇനി രണ്ടാമതായി ഈ സെപ്റ്റംബർ 6-ാം തീയതി ശനിയാഴ്ച ശുക്രാദിത്യ രാജയോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ ഒരു മനസ്സമാധാനവുമില്ലാത്ത അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ചില വ്യക്തികൾക്കാണെങ്കിൽ ചില സമയങ്ങളിൽ എന്ത് കാരണം കൊണ്ടാണ് മനസ്സിന് ഇത്തരത്തിൽ ദുഃഖം അനുഭവപ്പെടുന്നത് എന്ന് പോലും മനസ്സിലാകാത്ത അവസ്ഥയാണ് ഉള്ളത്. അതായത് എന്തൊക്കെയോ ഒരു നെഗറ്റീവ് ഊർജം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന അവസ്ഥ. ജീവിതത്തിൽ ഒരു കാര്യത്തെപ്പറ്റിയും കൃത്യമായ തീരുമാനമെടുക്കുവാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഇതിൽ പലരുടെയും ഇപ്പോഴുള്ള ആഗ്രഹം തന്നെ ഘടബാധ്യതകൾ ഒന്നുമില്ലാതെ മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിതമൊന്ന് മുന്നോട്ടു പോയാൽ മാത്രം മതിയെന്നാണ്. അതല്ലാതെ ഒരു തരത്തിലുള്ള ആഡംബരങ്ങളും പലരും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്നത്തെ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു ചില വ്യക്തികൾക്ക് സ്വന്തമായി ഒരു വീടില്ലാതെ വളരെ നാളുകളായി വാടക വീട്ടിൽ ജീവിക്കേണ്ടി വരികയും അതുമുഖേന പല വിധത്തിലുള്ള പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു. സ്വന്തമായി ഒരു വീട് എന്നുള്ളത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതാഭിലാഷമായി മാറിയിരിക്കുന്നു. ഇതിൽപ്പെടുന്ന ഒരു കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ശുക്രാദിത്യ രാജയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതോടെ സ്വന്തമായി ഒരു വീട് എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചെടുക്കുവാനും ഒപ്പം തന്നെ ജീവിതത്തിൽ വളരെയധികം മനസ്സമാധാനം അനുഭവിക്കുവാനുമുള്ള യോഗവും നിങ്ങൾക്ക് വന്നു ചേരും. ഇനി ഇന്നത്തെ ഈ അധ്യായം കാണുന്ന ചില പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ നിങ്ങളുടെ കുറച്ചധികം സ്വർണം പണയം വെച്ചതിന് ശേഷം കുറച്ച് അധികം നാളുകളായിട്ടും അത് തിരികെ എടുക്കുവാൻ കഴിയാത്ത അവസ്ഥ നേരിടുന്നുണ്ട്. എങ്ങനെയെങ്കിലും അതൊന്ന് തിരികെ എടുക്കുവാനായി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, അതിനുവേണ്ടി സ്വരുക്കൂട്ടി വരുന്ന പണം അത്രയ്ക്കും എത്തുന്നതിന് മുൻപ് തന്നെ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കായി എടുക്കേണ്ട സാഹചര്യവും നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ
ഈ ശുക്രാദിത്യ രാജയോഗം നിങ്ങൾക്ക് സർവ ആഡംബരങ്ങളും നൽകുവാൻ വന്നെത്തുന്നതിനാൽ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പണയത്തിലായിരുന്ന സ്വർണം തിരികെ എടുക്കുവാനുള്ള യോഗവും നിങ്ങൾക്ക് ഉണ്ടാകും. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ ശുക്രാദിത്യ രാജയോഗം സിദ്ധിക്കുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ പിറന്ന സ്വന്തമായി സ്ഥിര വരുമാനമുള്ള ഒരു ജോലി പോലും ഇല്ലാതിരുന്ന വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയത്ത് പുതിയതായി ചില തൊഴിലവസരങ്ങൾ ലഭിക്കുകയും അതോടൊപ്പം തന്നെ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചില ആശയങ്ങൾക്കനുസരിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളും ഉണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നുമുള്ള പരിഹാരവും കർക്കിടകം രാശിക്കാരെ തേടിയെത്തുന്ന ഒരു സമയമായിരിക്കും ഇത്. ഇനി മൂന്നാമതായി ഈ സെപ്റ്റംബർ 6-ാം തീയതി ശനിയാഴ്ച ശുക്രാദിത്യ രാജയോഗം സിദ്ധിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾ ഭാഗ്യമുള്ളവരാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നതെങ്കിലും ജീവിതത്തിൽ അതിൻ്റേതായ ഒരു തരത്തിലുള്ള ഭാഗ്യമോ നേട്ടങ്ങളോ നേരിൽ കാണുവാൻ ശരിക്കും പറഞ്ഞാൽ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല നിരന്തരം പല വിധത്തിലുള്ള ഭാഗ്യക്കേടുകളും ഒറ്റപ്പെടലുകളും ദുഃഖങ്ങളുമെല്ലാം തന്നെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരാണ് പല ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളും. പ്രത്യേകിച്ച് ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ശുക്രാദിത്യ രാജയോഗം ഭാഗ്യമായി വരുന്നതോടെ ജീവിതത്തിലേക്ക് ഇരട്ടി ഭാഗ്യം വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ സെപ്റ്റംബർ 6-ാം തീയതി ശനിയാഴ്ച ഉണ്ടാകുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഒരു ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തിയെങ്കിലുമുള്ള വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ധനനേട്ടങ്ങളും മംഗളവാർത്തകളും നിങ്ങളുടെ വീടിനെ തേടിയെത്തും. മാത്രമല്ല വിദേശയാത്രാ യോഗം വരെ ഈ ഒരു സമയത്ത് ചിങ്ങം രാശിക്കാർക്ക് സിദ്ധിക്കുന്നുണ്ട്. അതായത് പല വിധത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ടും വിദേശയാത്ര മുടങ്ങി നിന്നിരുന്ന മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾക്കൊക്കെ ഇത് അഗ്രഹസഫലീകരണത്തിൻ്റെ സമയമാണ്. മാത്രമല്ല ഈ ശുക്രാദിത്യ രാജയോഗം സിദ്ധിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സർക്കാർ ജോലി പോലെയുള്ള സ്ഥിര വരുമാനം ലഭിക്കുന്ന ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗവും ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വന്നു ചേരും. ഒപ്പം തന്നെ ആരോഗ്യപരമായും മാനസികപരമായും നിങ്ങൾക്ക് ഏറ്റവും അധികം മികച്ച അനുഭവങ്ങൾ തന്നെയായിരിക്കും ഈ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ വന്നു ചേരുന്നത്. ഭാഗ്യം ഇരട്ടിയായി നിങ്ങളോടൊപ്പം ഉള്ളതിനാൽ തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാനും ജീവിത പുരോഗതി നേടുവാനും നിങ്ങളാൽ കഴിയും. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ശുക്രാദിത്യ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗുണകരമായ ചില അനുഭവങ്ങൾ ഈ സെപ്റ്റംബർ 6-ാം തീയതി ശനിയാഴ്ചയോടെ പ്രതീക്ഷിക്കാം. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.